പത്തനംതിട്ടയിൽ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ. നസീബ് സുലൈമാനാണ് പിടിയിൽ. അത് നസീബിന്റെ പക്കൽ നിന്ന് 300 ഗ്രാം കഞ്ചാവ് പിടികൂടി. നസീബിന്റെ കുമ്പഴയിലെ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തി. വിവരങ്ങളുമായി സുജു ടി ബാബു ഇപ്പോൾ ചേരുന്നുണ്ട്. സുജു, ഈ നസീബ് നിലവിൽ കോൺഗ്രസിന്റെ എന്ത് ചുമതലയാണ് വഹിക്കുന്നത്? ഇദ്ദേഹത്തിന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസിൽ പിടിക്കപ്പെടുകയോ വല്ലതും ചെയ്തിട്ടുണ്ട്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിറ്റിന്റെ മൂന്നാം തവണയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുന്ന നസീബ് സുലൈമാനെ കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത്. ആദ്യം മില്യൺ മുതൽ 1 കിലോ അധികം വരുന്ന കഞ്ചാവുമായിട്ടാണ് ഇദ്ദേഹത്തിന് ആദ്യം വാടക വീട്ടിൽ പിടികൂടുന്നത്. രണ്ടാമത്തെ ഇദ്ദേഹത്തിന് ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ 340 ഗ്രാം കഞ്ചാവാണ് ഈ നസീബ് സുലൈമാന്റെ പക്കൽ നിന്ന് പിടികൂടുന്നത്. പോലീസിന് എക്സൈസ് ആണ് പിടികൂടുന്നത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന, അതായത് സ്ഥിരം കുറ്റവാളികൾ, വാഹന പരിശോധന, അങ്ങനെ ഈ ഇത്തരത്തിൽ നടത്തുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നടത്തുന്ന പരിശോധനയാണ്. പത്തനംതിട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി റോബർട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നസീബ് സുലൈമാന്റെ വീട്ടിൽ എക്സൈസ് പരിശോധന നടത്തുന്ന. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എക്സൈസിന്റെ നാർക്കോട്ടിക് സെൽ സർക്കിൾ ഇൻസ്പെക്ടർ നടത്തുന്ന പരിശോധനയിലാണ് ഈ നസീബിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് ആദ്യ തവണയല്ല, 3ാം തവണയാണ് നസീബിന്റെ കയ്യിൽ കഞ്ചാവ് പിടികൂടുന്നത്. അതിൽ 3ാം തവണ പിടികൂടുമ്പോഴും നസീബിന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തുന്നത്. 340 ഗ്രാം ആണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വലിയ തോതിൽ 1 കിലോയിലധികം വരുന്ന കഞ്ചാവ്, അതായത് വിൽപ്പനയ്ക്കായി എത്തുന്നത്. ഇപ്പോൾ വീണ്ടും 340ഓളം ഗ്രാം പിടികൂടുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അത് വീട്ടിൽ നിന്ന് കണ്ടെത്തുക അത്രയധികം ഗ്രാം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറന്മുള മണ്ഡലം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സൈറ്റിൽ നസീബിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം കാണിക്കുന്ന രമേശ് ചെന്നിത്തല അടുപ്പം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഈ നസീബ്. സുജു, അവിടെയാണ് ഈ പ്രശ്നം. അതായത് നേരത്തെ 2 തവണ കഞ്ചാവ് കേസിൽ ഈ നസീബിനെ പിടികൂടിയിട്ടുണ്ട്. അതിനുശേഷവും ഈ നസീബ് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തകനായി തന്നെ നേതാവായി തന്നെ തുടരുകയായിരുന്നു. പുറത്താക്കിയതൊന്നുമില്ല. ഈ നസീബിനെ പുറത്താക്കിയോ ഇല്ലെന്നുള്ള അതിന്റെ അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടാണ് നമ്മൾ ബന്ധപ്പെട്ടത്. വിജയ് ഇന്ദുചൂടൻ പറഞ്ഞത് നസീബ് യൂത്ത് കോൺഗ്രസിൽ ഇല്ല എന്നാണ്. എന്നാൽ നസീബ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിട്ടുണ്ട് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാണ്. മാത്രമല്ല, നസീബിന്റെ സാമൂഹ്യ മാധ്യമ ചിത്രങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നിൽക്കുന്നതാണ്. നമ്മൾ ഈ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പക്ഷെ നമ്മൾ അതിൽ നസീബിന്റെ സഹോദരനെ നമ്മൾ ഇതിലേക്ക് വലിച്ചിടുന്നില്ല എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ സഹോദരൻ കൂടിയാണ് ഈ നസീബ്. അത്തരത്തിൽ നസീബിന്റെ രാഷ്ട്രീയ ബന്ധം തന്നെയാണ് ഈ തുടർച്ചയായി കഞ്ചാവ് വിൽപ്പനയ്ക്ക് അദ്ദേഹത്തിന് സഹായകരമാകുന്ന ആക്ഷേപവും മറ്റു യുവജന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയമായ ആരോപണവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ സഹോദരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസ് പത്തനംതിട്ട കേസിൽ പ്രതിയല്ല. പക്ഷേ അങ്ങനെ നഹാസ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ നസീബിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും നസീബിനുള്ള കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരുടെ ബന്ധം, ഇതെല്ലാം തന്നെയാണ് ഈ തുടർച്ചയായി കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നസീബിന് എത്തുന്നത്. അതായത് ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. 300 ഗ്രാം കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ 2 തവണയും ഇതേ കേസിൽ, കഞ്ചാവ് കേസുമായി ഈ സുലൈമാനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് സുജു ടി ബാബു പങ്കുവച്ചത്.